വരണം ലോകനാഥൻ IAS. ആദരണീയനായ ജില്ലാ കളക്ടറും പരിവാരങ്ങളും വരുന്നത് നോക്കി കാത്തിരിക്കുകയായിരുന്നു ഞാൻ. ബ്രഹ്മാനന്ദന്റെ കൈകളിൽ വിലങ്ങണിയിക്കാനുള്ള കോർട്ട് ഓർഡർ. അമ്മാവന്റെ കയ്യിലിടാനുള്ള വള കൊണ്ടുവന്നിട്ടില്ലേ മോളെ? കൊണ്ടുവന്നിട്ടുണ്ട് അമ്മാവാ. കളി ആരോടാന്ന് അറിയണോ? മൂത്ത് നിറച്ച കോയമോനെ, 5 നേരം നിസ്കരിക്കുന്നതിൽ നിനക്ക് പത്യം. ഇവന്റെയൊക്കെ വയർപ്പും തുപ്പലും കമൽ നേർന്ന നക്കലാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. വെടിക്കെട്ടാരന്റെ പട്ടിനെ ഉടുക്കൊട്ടി പേടിപ്പിക്കില്ലേട്ടാ. അത് കണ്ട ഇതിന്റെ തൊളയില് നിന്റെ കയ്യും തലയും ഒടിച്ചു കുത്തി തള്ളിക്കയറ്റി ഞാൻ. മതിയുടെ ചെറുക്ക. ജന്മത്തിന്റെ 6ാം പാദത്തിൽ ഉച്ചസ്ഥനായ രാഹു 55ാം വയസ്സിൽ 6 നാൾ കഴിഞ്ഞ ദിവസം ഇന്ന് കാരാഗ്രഹവാസം. ഏത് തെണ്ടി വിചാരിച്ചാലോ നടക്കും. വിധി അമ്മാവനാണെന്നുള്ള സെന്റിമെന്റ്സ് ഒന്നും വേണ്ട. ഇന്ന് അർദ്ധരാത്രി ഒന്ന് കഴിഞ്ഞോട്ടെ. ചന്ദ്രൻ കന്നിരാശിയിലേക്ക് കൂപ്പും. പിന്നെ ബ്രഹ്മാനന്ദന്റെ ദിവസങ്ങള്, ശത്രു സംഹാരത്തിന്റെ ദിവസങ്ങള്. വാ പോകാം. അതെ, എവിടെ കെട്ടണമെന്ന് ഞാൻ തീരുമാനിക്കും. അത് നീ തീരുമാനിച്ചോ? വഴിവെക്കിലൂടെ നടന്നു പോകുന്ന നിരപരാധികളെ പിടികൂടി പബ്ലിക് ന്യൂസൻസിന് അറസ്റ്റ് ചെയ്ത് ഇടിവണ്ടി കയറ്റി നഗരം ചുറ്റി ഇടിച്ച് കൈത്തരിപ്പ് മാറ്റുന്ന നിന്റെ ഡിപ്പാർട്ട്മെന്റുകാർക്ക് എന്താടി ഇവനെ പോലെ ഒരു 3rd റേറ്റ് പൊളിറ്റീഷ്യനോട് ഇത്ര സിമ്പതി നീ ജീപ്പിലുണ്ടാക്കിയാ മതിയാ? തോന്നിയാസം കാണിക്കരുത്. എന്തു തോന്നിയാസം? നഗരത്തിലെ കൊച്ചമ്മമാർക്ക് പാൽക്കഞ്ഞിന്റെ ഉള്ള സ്പെഷ്യൽ ഗ്രേഡ് അരി തട്ടിയെടുത്താനല്ല നിന്റെ കുമ്മാവൻ അറസ്റ്റ് ചെയ്ത്. തീരദേശത്തെല്ലാം നഷ്ടപ്പെട്ടവർക്ക് ഇത്തിരി കഞ്ഞിവെള്ളം ചൂടാക്കി കുടിക്കാൻ കേന്ദ്ര ഗവൺമെന്റ് ഔദാര്യമായി നൽകിയ നക്കാപ്പിച്ച ചട്ടിയിൽ കൈയിട്ട് വാരിയവനെ പന്നതായിന്റെ മോൻ. സിറ്റി പോലീസ് കമ്മീഷണർ AC കാറിൽ തന്നെ വേണോ നിന്റെ കുമ്മാവനിരുത്തി 16 അടിയന്തരം നടത്താൻ? മുതുകത്ത് കുളത്തിട്ട് ഇളവൂർ തൂക്കം നടത്തി പരശുരാമന്റെ കേരളം 3 വട്ടം വലം വെച്ചാലും തീരില്ലേടി നിന്റെ അമ്മാവൻ ചെയ്ത പാവം. മൂപ്പ് ചെയ്ത് കാലം എടുത്തൊരു പോണ വണ്ടി. വിവരം അറിഞ്ഞപ്പോഴേ ഞാൻ നേരെ ഇങ്ങ് പോന്നു. മുഖ്യനെ കൊണ്ട് ഇതേ DGP വിളിപ്പിക്കുകയും ചെയ്തു. ഇവിടെ സൗകര്യത്തിന് കുറവൊന്നുമില്ലല്ലോ. എന്ത് കുറവ്? മുമ്പിൽ 4 അഴികളുണ്ടെന്നേ ഉള്ളൂ. ആ പന്നിയുടെ മോൻ ലോകനാഥൻ ഒരു പണി കൊടുക്കണം. ഓൻ അങ്ങനെ വിട്ടൂടാ. ഒരു വാക്ക് പറ, ആ ചേരിയിലിട്ട് കത്തിക്കാൻ ഞാൻ. എനിക്കൊരു പൂതി, ഒന്ന് മന്ത്രിയാവണമെന്ന്. അസനാജി, ലോനപ്പൻ മന്ത്രി ഒരു രാജിക്കത്ത് എഴുതരും. അത് വാങ്ങി മുഖ്യന് ഫാക്സ് ചെയ്യും. അതിന് ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല കോയിക്ക. നീ തെറ്റി ചെയ്തൊന്നല്ല, പക്ഷെ അവരൊക്കെ വലിയ കൊമ്പത്തുള്ളവരാ. പണത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല. അയാൾ ഇനി തലപൊക്കില്ല കോയിക്ക. മറമ്മത്തന്നെ അടിച്ചേ. സാർ, ആകെ പ്രശ്നമായല്ലോ. എന്താ സാർ ആ ന്യൂസ് ചാനൽ എന്ന് വെച്ചേ? മന്ത്രി ലോനപ്പൻ രാജിവെച്ചു. പകരം കേരളദേശം പാർട്ടിയുടെ നേതാവ് ബ്രഹ്മാനന്ദനെ പുതിയ മന്ത്രിയായി ചീഫ് മിനിസ്റ്റർ നോമിനേറ്റ് ചെയ്തു. ഗവൺമെന്റ് സെക്രട്ടറി പലവട്ടം വിളിച്ചിരുന്നു. സാറിനെ കാണാൻ ഗസ്റ്റ് ഹൗസിൽ വെയിറ്റ് ചെയ്യാണ്. കളക്ടറുടെ പദവിയിൽ ഇരുന്നുകൊണ്ട് വെറും ഓട്ടോക്കാരുടെ തറപ്പണി താൻ ചെയ്തത്. പാവങ്ങൾക്ക് വിതരണം ചെയ്യാൻ കൊണ്ടുവന്ന അരി തട്ടിയെടുത്തവരിൽ നിന്ന് പിടിച്ചെടുത്താണോ ഞാൻ ചെയ്തത് തെറ്റ്? അതൊരു തറപ്പണിയായിട്ടാണ് സാറ് കാണണമെങ്കിൽ ആ തറപ്പണി ഇനി ഞാൻ ചെയ്യും. സ്റ്റോപ്പ് ഇറ്റ്. ഓരോന്ന് ചെയ്തു വെച്ചിട്ട് ധിക്കാരം പറയുന്നു. വായിച്ചു നോക്കടോ. താൻ തന്നെ പിടിച്ചെടുത്ത് ഏൽപ്പിച്ച രേഖകളല്ലേ ഇതെല്ലാം. ഇതിൽ എന്താ എഴുതിയിരിക്കുന്നെന്ന് കണ്ണു മിഴിച്ചൊന്ന് വായിച്ചു നോക്ക്. ആ ഗോഡൌണോ വണ്ടികളോ ഒന്നും തന്നെ താൻ അറസ്റ്റ് ചെയ്ത ബ്രഹ്മാനന്ദന്റേതല്ല. ഇതൊന്നല്ല ഞാൻ പിടിച്ചെടുത്തത്. അബദ്ധം പറ്റിയെന്ന് മനസ്സിലായപ്പോന്നാണ് പറയുന്നു. ഗോഡൌൺ ഓണർ മൂലേക്കാട്ടിൽ തോമാച്ചനെ ഞങ്ങൾ അറസ്റ്റ് ചെയ്തു. അയാൾ കുറ്റം സമ്മതിച്ചും കഴിഞ്ഞു. സാർ, വ്യക്തി വൈരാഗ്യം തീർക്കാനും ബ്രഹ്മാനന്ദൻ എന്ന നല്ല മനുഷ്യന്റെ ഇമേജ് തകർക്കാനും ഇയാൾ മനഃപൂർവ്വം ചെയ്തതായത്. സാർ, ഇത് ചതിയാണ്. താൻ ഇനി ഒന്നും മിണ്ടണ്ട. ഒരു 3 മാസത്തേക്ക് അവധി എടുത്ത് വയ്ക്കോ. താൻ ഉണ്ടാക്കി വെച്ച കോലാഹലങ്ങളൊക്കെ ഒന്ന് കെട്ടടങ്ങട്ടെ, എന്നിട്ട് വന്ന് ചാർജ് എടുത്താൽ മതി. എന്താടോ കളക്ടർ ലോകനാഥന്റെ വിശേഷം? ഞാൻ വിളിച്ച് ശരിക്കും നിർത്തിപ്പൊരിച്ചു. 3 മാസത്തേക്ക് അവധി എടുത്ത് പൊയ്ക്കോളാനും പറഞ്ഞു.
കൈയോടെ അവധി ലെറ്റർ എഴുതി വാങ്ങിച്ചിട്ട് വന്നത്. നോൺസെൻസ്. ആര് പറഞ്ഞു അവനെ കൊണ്ട് അവധി എടുപ്പിക്കാൻ? അവൻ അവധിയിൽ പോകാൻ പാടില്ല. അതവന് ബ്രഹ്മാനന്ദന്റെ കയ്യിൽ നിന്നും രക്ഷപ്പെടാനുള്ള അവസരം കൊടുക്കല. സ്ഥാനമേറ്റെടുത്ത ശേഷമുള്ള മന്ത്രി ബ്രഹ്മാനന്ദന്റെ ആദ്യത്തെ ഒഫീഷ്യൽ പരിപാടി നാളെ സ്വന്തം ജില്ലയിൽ. അതും ജില്ലയുടെ വികസന കാര്യങ്ങളെക്കുറിച്ച് കരട് രേഖ തയ്യാറാക്കാൻ. ജില്ലാ ആസ്ഥാനത്ത് സർവകക്ഷി യോഗം. പത്രക്കാരടക്കമുള്ളവരുണ്ടാവണം. യോഗം ഷാർപ്പ് 10:30 തന്നെ നടക്കണം. വേണ്ട രേഖകളുമായി കളക്ടർ ലോകനാഥൻ IAS കൃത്യസമയത്ത് ഹാളിലുണ്ടായിരിക്കണം. ഇത് മിനിസ്റ്റർ ഓർഡറാ. മനസ്സിലായോ? സർ, കോൺഫറൻസ് മണ്ണാങ്കട്ട. സംസ്ഥാന മന്ത്രി ബ്രഹ്മാനന്ദന്റെ 16